എൻ്റെ കൂടെ തന്നെ ഒരു ബാച്ചിൽ ഈ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് ഈ 2 തവണ ഫെയിലായ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവനും ഓൾറെഡി ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള ബാച്ചിലുള്ള 2-3 പേര് ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ബാക്കി എല്ലാവരും ഫ്ലൈയിങ്ങിന് പോയി. ഞാനും ബാക്കിയുള്ള 3 പേര് മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ അടുത്തൊരു അറ്റംപ്റ്റ് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ കഴിയും മാസം 22-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം. ബാംഗ്ലൂരിലായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ ഇവിടെ വന്നു. അപ്പോൾ ആൾക്കാരെ കയറി നിന്നിട്ട് എനിക്കെന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. ആകപ്പാടെ കണ്ണീര് മാത്രമേ വരുന്നുള്ളൂ. ഞാനിവിടെ കയറി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൂടെ എഴുതുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം എങ്ങനെയും കയറിപ്പോകാനുള്ള അനുഗ്രഹം നൽകണം. അങ്ങനെ ഞാൻ അച്ഛനപ്പോഴത്തേക്ക് ബ്ലെസ്സിങ്, ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ബ്ലെസ്സിങ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെട്ടു ആ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഞങ്ങളെ പറഞ്ഞയച്ചത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. എക്സാം പാടായിരുന്നു. കാരണം ആദ്യം ഒരു റൗണ്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു 10-20 ക്വസ്റ്റ്യൻസാണ് ഞാൻ വിട്ടിരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അതിലും എനിക്ക് ശരിയാണോ എന്നറിയില്ല. ഞാൻ കാണാണ്ട് പഠിച്ചു പോയ കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പും എടുത്തിട്ടാണ് ഞാൻ കയറിയത്. എന്നാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു ഒന്നും ഓർമ്മ വരാത്തപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. കാരണം ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇതില്ലാണ്ട് എനിക്ക് US പോകാൻ പറ്റത്തില്ല, മുമ്പോട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ തിരിച്ചു വന്നു പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം ഇന്നലെയാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നിത്യാരാധനയിൽ പോയി. നിത്യാരാധനയിൽ പോയിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞാൻ തുറന്നപ്പോൾ എനിക്ക് 81 മാർക്കുണ്ട്. 70 മാർക്ക് ചോദിച്ചാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. മാതാവ് എനിക്ക് 81 മാർക്ക് തന്നു. ഞാൻ 81 മാർക്കിനുള്ള ഒന്നും ഞാൻ എക്സാമിൽ എഴുതിയിട്ടില്ല. അമ്മയ്ക്ക് 1000 നന്ദി.